നമസ്കാരം. പ്രധാന വാർത്തകൾ. PV അൻവറിനെ പിന്തുണച്ച് എൻ ഷംസുദ്ദീൻ MLA. അൻവർ പറഞ്ഞ ചില കാര്യങ്ങൾ നാടിനെ ബാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടണമെന്നും എൻ ഷംസുദ്ദീൻ. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സെലക്ഷൻ കമ്മിറ്റിയിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായെന്നാരോപിച്ച് UDF അംഗമുൾപ്പെടെ നൽകിയ പരാതിയിലാണ് ഉത്തരവ്. നേരത്തെ പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ മാറ്റിവച്ചിരുന്നു. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയതിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് ജനങ്ങളുമായി എത്തി പ്രസിഡന്റ്. കുടിവെള്ള വിതരണത്തിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും വലിയ അനാസ്ഥ ഉണ്ടാകുന്നതായും പ്രസിഡന്റ്. ചേനകൃഷിയിൽ വിജയം കൊയ്ത് ആലിപ്പറമ്പിലെ കർഷകർ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചേന ഉൽപ്പാദിപ്പിക്കുന്നത് ആലിപ്പറമ്പിൽ. ഈ വർഷം ചേനകൃഷി ചെയ്തത് 250 ഹെക്ടറിലധികം സ്ഥലത്ത്. ചേന കർഷക കൂട്ടായ്മയിൽ സഹകരണ സംഘം രൂപീകരിക്കാനും ശ്രമം. മണ്ണാർക്കാട് കരിമ്പ കല്ലടിക്കോട് പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും മഴയും. കരിമ്പയിൽ ദേശീയപാതയിൽ മരം കടപുഴകി വീണ് ഗതാഗതം മുടങ്ങി. വൈദ്യുതി പോസ്റ്റും തകർന്നു. വിശദമായ വാർത്തകളിലേക്ക്. PV അൻവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഈ നാടിനെ ബാധിക്കുന്നതാണെന്നും അത് ചർച്ച ചെയ്യപ്പെടണമെന്നും മണ്ണാർക്കാട് MLA എൻ ഷംസുദ്ദീൻ. ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ CH അനുസ്മരണവും ഒറ്റത്തെരഞ്ഞെടുപ്പും ഫെഡറലിസത്തിന്റെ ഭാവിയും എന്ന വിഷയത്തിൽ മണ്ണാർക്കാട് സംഘടിപ്പിച്ച സെമിനാറിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണാർക്കാട് നടന്ന അനുസ്മരണം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതുവരെ PV അൻവർ പറഞ്ഞു നടന്നത് മുഖ്യമന്ത്രി സൂര്യനെ പോലെ ജ്വലിക്കുകയാണെന്നും ഇപ്പോൾ കെട്ടുപോയെന്നുമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA പറഞ്ഞു. ജയരാജന്റെ കൊച്ചുമോൻ ബർത്ത്ഡേക്ക് ജാവദേക്കർ വരുന്നു, പൂരം കലങ്ങുന്നു, സുരേഷ് ഗോപി ജയിക്കുന്നു. ഇതൊക്കെ വെറുതെ സംഭവിക്കണോ? ഇതൊക്കെ വളരെ കൃത്യമായ തന്നെയാണ്. അത് അനുഭവസ്ഥരാണല്ലോ പറയേണ്ടത്. കൂടെ കിടക്കണമെന്നല്ലേ രാപ്പാനി അറിയൂ. അൻവർ പറഞ്ഞല്ലോ, ഇത് വളരെ ബോധപൂർവം ചെയ്തതാണ്. അൻവർ പറഞ്ഞു മുഖ്യമന്ത്രി സൂര്യനെ പോലെ ജ്വലിക്കുകയാണ്, ഇപ്പൊ കെട്ടുപോയി. ഇതൊന്നും ഞങ്ങൾ പറയാനാണ്, ഇതൊക്കെ അപ്പുറത്തിരിക്കുന്ന ആളുകൾ പറയാം. ഇനിയും പലരും പറയാനിരിക്കും. രണ്ടാം തീയതി വേറെ ആളുകൾ ഉൾപ്പെടുത്തലുണ്ട്. ഈ സിനിമക്കാരെ കളവായിട്ടാണ്. സിനിമക്കാരെ എങ്ങനെയാണ് ഓരോ ദിവസവും ഓരോരുത്തരും വെളിപ്പെടുത്തരുത് എന്നതുപോലെ ഇനി പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. ഏതായാലും പ്രോത്സാഹിപ്പിച്ചതും നിങ്ങൾ തന്നെയാണ്. കൊണ്ട് നടന്നതും ചപ്പ കൊണ്ടുപോയി ശരിയാക്കുന്നതും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കൈകാര്യം ചെയ്തത്. പക്ഷേ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് PM മുസ്തഫ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യനേടം, നേതാക്കളായ കളത്തിൽ അബ്ദുള്ള, അഡ്വക്കേറ്റ് TS സിദ്ദീഖ്, TS സലാം, റഷീദ് ആലായൻ, ഗഫൂർ കോൽക്കളത്തിൽ, റിയാസ് നാലകത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അംഗനവാടി ജീവനക്കാരുടെ നിയമന സെലക്ഷൻ കമ്മിറ്റിയിൽ അഴിച്ചുപണി നടത്തിയെന്ന് കാണിച്ച് UDF അംഗമുൾപ്പെടെ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് അംഗനവാടി വർക്കർ ഹെൽപ്പർമാരുടെ സെലക്ഷൻ കമ്മിറ്റിയിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തി 2 പേരെ ഒഴിവാക്കി മറ്റു 2 പേരെ ഉൾപ്പെടുത്തിയെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഉത്തരവുണ്ടായത്. ലിസ്റ്റിൽ ഉണ്ടായിരുന്ന നാരായണൻകുട്ടി, പഞ്ചായത്ത് മെമ്പർ MA റിയാസ് എന്നിവരെ കക്ഷികളാക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിലാണ് സെലക്ഷൻ നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവുണ്ടായത്. സെലക്ഷനുമായി ബന്ധപ്പെട്ട ആദ്യ കൂടിക്കാഴ്ച ദിവസം UDF BJP പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ മാറ്റിവെച്ചിരുന്നു. പിന്നീട് പോലീസ് സംരക്ഷണയിൽ നിലവിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ പുറമത്ര പ്രദേശത്ത് കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെത്തി നാട്ടുകാർ പ്രതിഷേധിച്ചു. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9 വാർഡുകൾ അടങ്ങുന്ന മപ്പാട്ടുകര പുറമത്ര പ്രദേശത്തെ ജനങ്ങളാണ് കുടിവെള്ളം കിട്ടാത്തതിനെ തുടർന്ന് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. 12 ദിവസത്തോളമായി ഈ പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തിയിട്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾക്ക് 12 ദിവസമായി ഇന്നേക്ക് വെള്ളം കിട്ടിയിട്ട്. വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കാരണേ ഞങ്ങൾക്ക് ചോറ് വെക്കാൻ പോലും ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടാ. കൊണ്ടുവരാൻ ഞങ്ങൾക്ക് 4 പുറത്ത് കൂടെ കിണറുമില്ല. ഞങ്ങൾ ഈ ഒരു ആശ്രയത്തിൽ ഞങ്ങൾ എല്ലാവരും കഴിയണേ. ഈ നാട്ടിൻപ്രദേശത്തെ എല്ലാവരും വെള്ളം ഞങ്ങൾക്ക് എന്തായാലും കിട്ടണം. അത് ഞങ്ങൾക്ക് വെള്ളമില്ല. പൈപ്പ് പൊട്ടി അങ്ങനെയൊക്കെ തന്നെ പറയണത്. പൈപ്പ് പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നേരെയൊക്കെയാണ്, അങ്ങനെ എങ്ങനെയാണ് എന്നൊക്കെ പറയാ. തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വേറെ ഒരു സൗകര്യവും ഇല്ല.
വെള്ളത്തിന്. ഈ ഒരു വെള്ളത്തിനെ ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ കഴിയുന്നത്. അതെ. ഞങ്ങള് വന്നാ ഇവര് പറയും ഞങ്ങളോട് പറയണ്ട, ഞങ്ങള് ഇവിടെ മെമ്പറിനോട് പറയും. ഞങ്ങള് മെമ്പറിനോട് വിളിച്ചാൽ മെമ്പർ അതിനെ അവര് പറയും. പക്ഷെ അവരല്ലല്ലോ ഇപ്പൊ അതിന്റെ അത് ചെയ്യേണ്ടത്. ഇവിടെ ഉള്ള ആൾക്കാരല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത്. അവർക്ക് ചെയ്യാവുന്നത് പരമാവധി അവർ ചെയ്തു തരലുണ്ട്. നിരവധി തവണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടും നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണിയുടെ നേതൃത്വത്തിൽ പുറമത്രയിലെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. വാട്ടർ അതോറിറ്റിക്കെതിരെ വരുന്ന ആരോപണം ഞാനിത് പരമാവധി പറയുന്നുണ്ട്. 3 പ്രാവശ്യം ഇത് ശുചീകരിച്ചിട്ടാണ് ഇത് പുറത്തേക്ക് സപ്ലൈ നടത്തുന്നതെന്നുള്ളത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ അത്ര വിശ്വാസത്തിലിരിക്കില്ല. അപ്പോൾ ഇവരുടെ നമുക്ക് ഇപ്പോൾ ഇത്രയും ദിവസം ഈ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രതിസന്ധി നേരിട്ടത് നമ്മളുടെ പുതിയ ഗ്രാവിറ്റി മെയിൻ ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് പ്രതിസന്ധി നേരിട്ടത്. ഒപ്പം നമ്മൾ ആ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ സംഭവിക്കാവുന്ന പോലെ ചില സ്ഥലത്ത് പൈപ്പ് പൊട്ടലുകളുണ്ടായി. അത് നമ്മൾ ചിലതൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരികെ നമ്മൾ ചാർജിങ് അങ്ങനെയാണ്, ട്രയൽ റൺ പോലെയാണ് നമുക്ക് ചാർജിങ് നടത്താൻ പറ്റുക. അപ്പോൾ അതിൽ ആ ലീക്കുകൾ പരിഹരിക്കാനായിട്ട് നമുക്ക് ചിലതൊക്കെ സാധിച്ചു. എന്നാൽ ചിലതൊക്കെ തിരികെ വരുന്നത് കൊണ്ട് അതിൻ്റെ കാലതാമസം നേരിട്ടു, മെറ്റീരിയൽസിൻ്റെ അഭാവം കാരണം. എന്തായാലും നമ്മൾ പ്രസിഡന്റും എല്ലാവരും നമ്മളോട് ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്തത് ഇന്ന് തന്നെ അത് ശരിയാക്കി കുടിവെള്ളം പുനഃസ്ഥാപിക്കാനായിട്ട് ശ്രമിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 പൈപ്പ് പുനഃസ്ഥാപിച്ച് കുടിവെള്ള വിതരണം ആരംഭിക്കുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചതെന്നും കുടിവെള്ളം ലഭിക്കാത്ത പക്ഷം ജനകീയമായ സമരവുമായി വാട്ടർ അതോറിറ്റി പ്ലാന്റിലേക്ക് എത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി പറഞ്ഞു. കുടിവെള്ളം 12 ദിവസമായിട്ട് പുറമത്ര മപ്പാട്ടുകര പ്രദേശങ്ങളിലൊക്കെ കിട്ടിയിട്ട് 12 ദിവസമായി എന്നുള്ള ആ ഒരു പ്രശ്നം കാരണം നിരന്തരമായിട്ട് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുകയും അതേപോലെ തന്നെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഒരാഴ്ചയായിട്ട് തുടർച്ചയായിട്ട് അവർ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരാഴ്ചയായി പൈപ്പ് പൊട്ടിയത് കാരണമാണ് വെള്ളം കിട്ടാത്തത് എന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. ഒരാഴ്ചയായി പൈപ്പ് പൊട്ടിയിട്ട് വെച്ചാൽ അത് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം പൈപ്പ് നേരെയാക്കിയിട്ട് വെള്ളം കൊടുക്കേണ്ട ഒരു സംവിധാനം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും വാട്ടർ അതോറിറ്റി AXE AE അടക്കമുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ ഇവിടെ വിളിച്ചു വരുത്തി അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നത് വരെ അവരിവിടുന്ന് പോകാൻ പാടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ടാവണം എന്നറിയിച്ചതിനെ തുടർന്ന് ഞങ്ങൾ എല്ലാവരും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുലുക്കല്ലൂർ പഞ്ചായത്തിൻ്റെയും നെല്ലായി പഞ്ചായത്തിനും കുടിവെള്ളം കൊടുക്കുന്ന പ്ലാന്റാണ് ഇവിടെ പുറമത്ര മാരായമംഗലം പ്രദേശത്തുള്ളത്. പക്ഷേ കൃത്യമായിട്ട് കുടിവെള്ളം കൊടുക്കുന്നതിലുള്ള അപാകത ഫീൽഡ് സ്റ്റാഫ്, നമുക്ക് ഈ വാൾവ് ഓപ്പറേറ്റർമാർ കൃത്യമായിട്ട് വാൾവ് ഓപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ടും അതേപോലെ തന്നെ ഇതിനൊരു മോണിറ്ററിങ് നടത്താത്തതും ഈ ഒരു പ്രശ്നത്തിന് കാരണമാണ്. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കടുത്ത വേനലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന് വലിയ പ്രശ്നം വരികയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പ്ലാന്റ് നിൽക്കുന്ന പ്രദേശത്ത് വെള്ളം കിട്ടാൻ മുഴുവനായിട്ട് വാൾവ് തുറന്നാൽ മാത്രമേ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് മുഴുവനായിട്ട് വാൾവ് തുറക്കാനോ വെള്ളം കിട്ടിയോ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉറപ്പ് വരുത്താനോ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരാരും തയ്യാറല്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇതിനൊരു മോണിറ്ററിങ്ങും അതേപോലെ ഒരു ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ എല്ലാ വീടുകൾക്കും വെള്ളം എത്തുള്ളൂ. 100% എല്ലാ വീടുകളും കുടിവെള്ള കണക്ഷൻ ലഭ്യമായിട്ടുള്ള ഒരു വാർഡാണ് പുറമത്ര. അതുകൊണ്ട് തന്നെ ഇവിടെ മുഴുവൻ ആളുകൾക്ക് ഈ വെള്ളം മാത്രമാണ് ആശ്രയം. മറ്റു കുഴൽക്കിണറോ അല്ലെങ്കിൽ മറ്റു ഓപ്പൺ കിണറോ ഒന്നും ഉണ്ടായിട്ടും അതിൽ വെള്ളമില്ലാത്തൊരു സാഹചര്യമാണ്. കൃത്യമായിട്ട് കുലുക്കല്ലൂർ പഞ്ചായത്തിന് വെള്ളം കിട്ടാത്തൊരവസ്ഥ സാഹചര്യം ഇനി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ പ്രതിഷേധ പരിപാടികൾ ഇതിൻ്റെ കൂടുതലായിട്ട് പ്ലാന്റ് പൂട്ടിയിട്ട് കൊണ്ടും അതേപോലെ തന്നെ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നവരെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ ജനങ്ങളും അതോടൊപ്പം തന്നെ കുലുക്കല്ലൂർ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ കുലുക്കല്ലൂർ നെല്ലായ പഞ്ചായത്തുകൾക്കായി ഒരു സംഭരണ ടാങ്ക് മാത്രമാണ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലുള്ളത്. മതിയായ സംഭരണശേഷി ഇല്ലാത്തതിനാൽ ഓരോ ദിവസം ഇടവിട്ടാണ് ഇരു പഞ്ചായത്തുകളിലേക്കും വെള്ളം എത്തിക്കുന്നത്. ഇതുതന്നെ ജീവനക്കാരുടെ അനാസ്ഥ മൂലം പല സമയങ്ങളിലും തടസ്സപ്പെടുന്നുവെന്ന പരാതികളും ഇരു പഞ്ചായത്തുകളിൽ നിന്നും ഉയരുന്നുണ്ട്. വിശാലമായ വാട്ടർ ട്രീറ്റ്മെന്റ് സംവിധാനവും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ കുടിവെള്ള വിതരണം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയാത്തത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്.
പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമത്തിലെ പരിപാടിക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ധരിച്ച ഷാളിന് തീപിടിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സന്ദർഭോചിതമായ ഇടപെടലിൽ വലിയ അപകടമാണ് ഒഴിവായത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ പാലക്കാട് അകത്തേത്തറയിലെ ശബരി ആശ്രമത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത്. ആശ്രമത്തിനുള്ളിലെ ഗാന്ധി കുടീരത്തിനകത്ത് വെച്ചാണ് ഷോളിന് തീ പടരുന്നത്. അദ്ദേഹം മരിച്ചതോടെയാണ് വാസ്തവത്തിൽ ശബരി ആശ്രമത്തിൻ്റെ തുടർന്നുള്ള സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തത്തിൻ്റെ പ്രഭ ഒന്ന് കുറഞ്ഞത്. കേളപ്പജി അതിനെ ഉയർത്തിയെടുത്തു. കാക്കനാർപുരത്തും ചമ്രവട്ടത്തുമൊക്കെ ആയിട്ട് അദ്ദേഹം അതിനെ വളരെ മുന്നോട്ട് കൊണ്ടുപോയി. കേരള ഗാന്ധിയായി അദ്ദേഹം അറിയപ്പെട്ടു. ഇതിൻ്റെ എല്ലാം അടിത്തറ പാകിയത് അകത്തേത്തറയാണ്, ശബരി ആശ്രമമാണ്. ശബരി ആശ്രമം ഇന്ന് സ്വാതന്ത്ര്യ സമര തീർത്ഥാടന കേന്ദ്രമാണ്. ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം മേധാ പട്കർ ആയിരുന്നു. അവരാണ് ആ സ്വാതന്ത്ര്യ സമര തീർത്ഥാടന കേന്ദ്രം പ്രഖ്യാപിച്ചത്. തുടർന്ന് തുഷാർ ഗാന്ധിജിയുടെ ചെറുമകനായിട്ടുള്ള തുഷാർ ഗാന്ധി സ്വാതന്ത്ര്യ സമര തീർത്ഥാടന ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കത്തിച്ചു വെച്ചിരുന്നു. പുഷ്പാർച്ചന നടത്തുന്നതിനിടയിൽ കത്തിച്ചുവെച്ച നിലവിളക്കിൽ നിന്നും തീ പടരുകയാണ് ഉണ്ടായത്. സമീപത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ സംയോജിതമായി ഇടപെട്ടാണ് തീ കെടുത്തിയത്. മണ്ണാർക്കാട് കരിമ്പ കല്ലടിക്കോട് പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും മഴയും. കരിമ്പയിൽ ദേശീയപാതയിൽ മരം കടപുഴകി വീണ് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി വിതരണവും താറുമാറായി. ചൊവ്വാഴ്ച വൈകിട്ട് 5:30യോടെയാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശിയത്. കരിമ്പ കച്ചേരിപ്പടിയിൽ വൻ മരം കടപുഴകി വീണ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. പനയമ്പാടം വെട്ടം റോഡിൽ മരവും വൈദ്യുതി പോസ്റ്റും കടപുഴകി വീണു. മണ്ണാർക്കാട് നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി 1 മണിക്കൂർ നീണ്ട ശ്രമത്തിലാണ് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പാലക്കാട് നിന്ന് വരുന്ന 110 kV ലൈൻ പൊട്ടിവീണതോടെ മണ്ണാർക്കാടും അട്ടപ്പാടിയിലെയും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. ശിരുവാണി റോഡിൽ ബഫനി സ്കൂളിന് സമീപം മരം വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വീട്ടമ്മയ്ക്ക് തെരുവുനായയുടെ ആക്രമണം. മണ്ണാർക്കാട് കൊടുവാളിക്കുണ്ട് സുബൈദയെയാണ് തെരുവുനായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ചൊവ്വാഴ്ച രാവിലെ മണ്ണാർക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് പുറകിൽ വെച്ചാണ് നായ ആക്രമിച്ചത്. കാലിനും കൈവിരലുകൾക്കും കടിയേറ്റു. ബീഡി തൊഴിലാളിയായ സുബൈദ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിനിടെയാണ് നായ ആക്രമിച്ചത്. പരിക്കേറ്റ സുബൈദ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗൂഗിളിൽ ജീവിതശൈലി രോഗത്തിന്റെ മരുന്നിനെക്കുറിച്ച് വിവരങ്ങൾ തിരഞ്ഞ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനെ വലയിലാക്കാൻ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പു സംഘത്തിന്റെ ശ്രമം. ഫാർമസിസ്റ്റും CBI ഉദ്യോഗസ്ഥനും ചമഞ്ഞുള്ള ഫോൺ വിളികളിലൂടെയായിരുന്നു ലക്കിടി സ്വദേശിയെ വലയിലാക്കാൻ നീക്കം നടന്നത്. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ ഇയാൾ ഒറ്റപ്പാലം പോലീസിനെ സമീപിച്ചു. മൊബൈൽ ഫോണിൽ ഗൂഗിൾ സെർച്ച് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ലക്കിടി സ്വദേശിക്ക് തട്ടിപ്പുകാരുടെ ആദ്യ ഫോൺ വിളി എത്തിയത്. ഫാർമസിസ്റ്റ് ആണെന്നും ഏതു മരുന്നാണ് ആവശ്യമെന്നും ചോദിച്ചായിരുന്നു വാട്സാപ്പ് വഴി സ്ത്രീ ശബ്ദത്തിൽ ഫോൺ വിളി. സംഭാഷണം പൂർത്തിയാക്കി ഫോൺ കട്ട് ചെയ്തതിനു പിന്നാലെ ഈ നമ്പറിൽ നിന്നും ലക്കിടി സ്വദേശിയുടെ വാട്സാപ്പിലേക്ക് അശ്ലീല ഫോട്ടോകൾ ലഭിച്ചു. നിമിഷങ്ങൾക്കകം CBI ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് മറ്റൊരാൾ വാട്സാപ്പ് വഴി ഫോണിൽ ബന്ധപ്പെട്ടു. അശ്ലീല ഫോട്ടോകൾ സംബന്ധിച്ച് സംസാരം തുടങ്ങിയതോടെ ലക്കിടി സ്വദേശി ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ഈ നമ്പറിൽ നിന്നും വാട്സാപ്പിലേക്ക് ഭീഷണി സന്ദേശങ്ങൾ എത്തി തുടങ്ങി. തട്ടിപ്പ് ശ്രമം തിരിച്ചറിഞ്ഞ ലക്കിടി സ്വദേശി വാട്സാപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്ത് പോലീസിനെ സമീപിച്ചു. മലപ്പുറത്തെ വംശീയമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയതിൽ മലപ്പുറത്ത് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വംശീയത നിറച്ച പെരുങ്കള്ളമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ ആരോപിച്ചു. മുഖ്യമന്ത്രി രാജിവെച്ച് പോയി തരണമെന്ന് മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തുകയും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. തമ്മിൽ എന്താ വ്യത്യാസം?
ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന്, ജില്ലാ സെക്രട്ടറിമാരായ നൌഷാദ് ചുള്ളിയൻ, അഷ്റഫ് അലി കട്ടുപ്പാറ, ജില്ലാ കമ്മിറ്റി അംഗം CH മുഗീമുദ്ദീൻ, മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് മൊറയൂർ, മെഹബൂബ് പൂക്കോട്ടൂർ, PP മുഹമ്മദ്, മുബീൻ മലപ്പുറം എന്നിവർ നേതൃത്വം നൽകി. CPM ലോക്കൽ സമ്മേളനങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും. പട്ടാമ്പി ഏരിയയിൽ മുതുതല ലോക്കൽ സമ്മേളനത്തോടെയാണ് തുടക്കം. 27-ന് ഓങ്ങല്ലൂർ സമ്മേളനത്തോടെ ലോക്കൽ സമ്മേളനങ്ങൾ സമാപിക്കും. നവംബർ 1-നാണ് ഏരിയ സമ്മേളനം. CPM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സെപ്റ്റംബർ മുതലാണ് സമ്മേളനങ്ങൾക്ക് തുടക്കമായത്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നത്. പട്ടാമ്പി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ 295 ബ്രാഞ്ചുകളാണ് നിലവിലുള്ളത്. ഇവിടങ്ങളിലെ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയാണ് ലോക്കൽ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത്. 15 ലോക്കൽ കമ്മിറ്റികളാണ് ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ളത്. ആദ്യ ലോക്കൽ സമ്മേളനം ബുധനാഴ്ച മുതുതലയിൽ നടക്കും. ജില്ലാ കമ്മിറ്റി അംഗം TK നാരായണദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 3-ാം തീയതി പെരുമുടിയൂർ ലോക്കൽ സമ്മേളനം നടക്കും. ഇത്തവണ ഏരിയ സമ്മേളനം മുതുതലയിലായതിനാൽ ഇവിടെ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള റാലികൾ ഉണ്ടാകില്ല. ഒക്ടോബർ 27-ഓടെ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാകും. നവംബർ 1-2 തീയതികളിൽ മുതുതലയിലാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ആദ്യ ഏരിയ സമ്മേളനം നടക്കുന്നതും പട്ടാമ്പിയിലായിരിക്കുമെന്നും ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ പറഞ്ഞു. എല്ലാ മേഖലകളിലെയും സംബന്ധിച്ചുള്ള ചർച്ചകളാണ് സമ്മേളനങ്ങളിൽ ഉണ്ടാവുക എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പട്ടാമ്പിയിൽ 295 ബ്രാഞ്ചുകളുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിലാണ് പട്ടാമ്പിയിലെ പാർട്ടി സഖാക്കൾ. വളരെ നല്ല രാഷ്ട്രീയപരമായ ചർച്ച, സംഘടനാപരമായ ചിട്ടപ്പെടുത്തൽ, ബഹുജന പ്രശ്നങ്ങളിൽ ഇടപെടൽ, ബഹുജന പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങളെല്ലാം ബ്രാഞ്ചുകളിൽ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത് പൂർത്തിയാക്കുകയാണ്. ഇനി നാളെ മുതൽ പാർട്ടി ലോക്കൽ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. നാളെ മുതുതല ലോക്കൽ സമ്മേളനമാണ്, മറ്റന്നാൾ പെരുമുടിയൂർ ലോക്കൽ സമ്മേളനമാണ്. ഈ 2 സമ്മേളനങ്ങളും കഴിഞ്ഞാൽ ഈ 2 സമ്മേളനങ്ങളിലും വളണ്ടിയർ മാർച്ചോ പ്രകടനമില്ല. കാരണം അവിടെയാണ് ഏരിയ സമ്മേളനം എന്നതുകൊണ്ട്. പിന്നീട് 7-8 തീയതികളിൽ മരുതൂരിൽ ലോക്കൽ സമ്മേളനം നടക്കുകയാണ്. ഒരു ദിവസം പ്രതിനിധി സമ്മേളനവും പിറ്റത്തെ ദിവസം വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുസമ്മേളനമാണ്. അങ്ങനെ ഓങ്ങല്ലൂരിൽ 26-27 തീയതികളിൽ ആണ് ലോക്കൽ സമ്മേളനം. അതോടുകൂടി ലോക്കൽ സമ്മേളനങ്ങളും അവസാനിക്കും. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്. മിക്ക ബ്രാഞ്ചുകളിലും യുവാക്കളാണ് സെക്രട്ടറിമാരായി എത്തിയിരിക്കുന്നത്. ലോക്കൽ സമ്മേളനങ്ങളിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ, VP സാനു, ജേക്ക് C തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. ഏരിയ സമ്മേളനത്തിൽ M സ്വരാജ് പങ്കെടുക്കും. CPM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം നവംബർ 17-18 തീയതികളിൽ പൂക്കോട്ടുകാവിൽ വെച്ച് നടക്കും. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഖ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം K പ്രേംകുമാർ MLA അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M മോഹനൻ, K ശ്രീധരൻ, P സുബ്രഹ്മണ്യൻ, K ജയദേവൻ, AK ശീലാദേവി, ലോക്കൽ സെക്രട്ടറി K അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. 251 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സമ്മേളന വിഭവ സമാഹരണത്തിനായുള്ള ഹുണ്ടിക വിതരണം കാട്ടുകുളത്ത് ഒക്ടോബർ 1-ന് വൈകിട്ട് 6-ന് സംഘാടക സമിതി കൺവീനർ P അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്യും. K ജയദേവനെ ചെയർമാനായും P അരവിന്ദാക്ഷനെ കൺവീനറായും തിരഞ്ഞെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചേന ഉൽപ്പാദിപ്പിക്കുന്നത് ആലിപ്പറമ്പിൽ. ഈ വർഷം 250 ഹെക്ടറിലധികം വരുന്ന സ്ഥലത്താണ് ചേനകൃഷി ചെയ്തത്. ചേനകൃഷി കൂടുതൽ സജീവമാക്കുന്നതിനും ഇടത്തട്ടുകാരുടെ ചൂഷണം ഇല്ലാതാക്കുന്നതിനും ചേന കർഷക സമിതി രൂപീകരിച്ച് മുന്നോട്ടു പോവുകയാണ് ആലിപ്പറമ്പിലെ ചേന കർഷകർ. പെരിന്തൽമണ്ണ ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചേന കർഷകരുള്ള നാടാണ് പെരിന്തൽമണ്ണ താലൂക്കിലെ ആലിപ്പറമ്പ്. അതിനാൽ കേരളത്തിൽ കൂടുതൽ ചേന ഉൽപ്പാദിപ്പിക്കുന്നത് ആലിപ്പറമ്പ് പ്രദേശത്താണെന്ന് നിസ്സംശയം പറയാം. ഒരു വിള നെൽകൃഷി കഴിഞ്ഞ് നീർവാർച്ച ഉണ്ടായാൽ പിന്നെ ചേന കൃഷിയാണ് പാടങ്ങളിൽ. ഈ വർഷം 250 ഹെക്ടറിലധികം സ്ഥലത്ത് ചേന കൃഷി ചെയ്തു. 2 രീതിയിലാണ് ചേന കൃഷി ചെയ്യുന്നത്. വേനൽക്കാലത്ത് വെള്ളം നനച്ചും മറ്റൊന്ന് മഴയെ ആശ്രയിച്ചുമാണ് ആ 2 കൃഷി രീതികൾ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നട്ട ചേനയാണ് ഇപ്പോൾ വിളവെടുക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചേന കയറ്റുമതി ചെയ്യുന്ന പ്രദേശമായി ആലിപ്പറമ്പ് മാറാൻ കാരണം ഇവിടുത്തെ കർഷകരുടെ കൂട്ടായ്മയാണ്. ലത്തീഫ് പാറക്കണ്ണി പ്രസിഡന്റും
ഇ ജയപ്രകാശ് സെക്രട്ടറിയുമായ 10 പേരടങ്ങുന്ന ആലിപ്പറമ്പ് ചേന കർഷക സംഘം രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു. പുറത്തുള്ള സ്ഥലങ്ങൾക്ക് ഈ ആലിപ്പറമ്പിലെ ചേന പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ട് ഡിമാൻഡ് തന്നെ ഇതിനുണ്ട്. അതാണ് ആലിപ്പറമ്പ് ചേനയ്ക്കുള്ള പ്രത്യേകത. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചേന കൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ആലിപ്പറമ്പ് പഞ്ചായത്ത്. അവിടെ ഒരു 90% കർഷകരും ചേനയാണ് ഉണ്ടാക്കുന്നത്. ചേന കഴിഞ്ഞ് ചോദിച്ച മണ്ണുമാണ്, അതിനുള്ള ഇതുണ്ട്. ചേന മൂടിയതിന് ശേഷമാണ് നമ്മൾ നെല്ലുണ്ടാക്കുന്നത്. അത് ആദ്യം ചേന മൂടും, അതിന് ശേഷം പിന്നെ നെല്ലുണ്ടാക്കും. പിന്നെ നെല്ല് കൊയ്തിട്ടാണ് വീണ്ടും ചേന മൂടുന്നത്. അങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ആ പ്രക്രിയകൾ. കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലും ഗൾഫ് നാടുകളിലും വരെ ആലിപ്പറമ്പ് ചേനയ്ക്ക് വലിയ ഡിമാൻഡാണ് ഉള്ളത്. ആലിപ്പറമ്പ് പഞ്ചായത്ത് കൃഷി ഓഫീസർ കെ റെജീനയുടെ ഇടപെടലും പിന്തുണയും ആലിപ്പറമ്പിനെ ചേന ഉൽപാദന കേന്ദ്രമാക്കി വളർത്തുന്നതിന് സഹായിച്ചു. കഴിഞ്ഞ ദിവസം കൃഷി ഓഫീസിൽ ചേന കർഷകരുടെ യോഗം ചേർന്നിരുന്നു. ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിലും കൃഷിവകുപ്പ് പച്ചക്കറി വികസന പദ്ധതിയിലും സബ്സിഡി ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട്. ഒരു 250 ഏക്കറോളം സ്ഥലത്ത് ഈ വർഷം ചേനക്കൃഷിയുണ്ട്. ഈ വർഷം കുറച്ച് കുറവാണ്, കാരണം കഴിഞ്ഞ വർഷത്തെ വിത്തിൻ്റെ വില കൂടുതലായതുകൊണ്ട് നമുക്കിപ്പോൾ കുറച്ച് കുറവാണ്. പക്ഷേ ഏകദേശം 300 ഏക്കറോളം 350 ഏക്കറോളം നമുക്ക് വരാറുണ്ട്. എന്നാലും ഈ വർഷം 250 ഏക്കറോളം കൃഷി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ആനുകൂല്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിലും നമ്മൾ ആനുകൂല്യം 2 ഭാഗത്തുനിന്നും അവർക്ക് ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. ഏകദേശം 40,000 രൂപയോളം 2 ഭാഗത്തുനിന്നും കൂടെ അവർക്ക് ഹെക്ടറിന്, അതായത് 2.5 ഏക്കറിന് നമ്മൾ ആനുകൂല്യം ലഭ്യമാക്കുന്നുണ്ട്. ഇനി ഫണ്ടുകൾ കുറയുന്ന സമയങ്ങളിൽ മാത്രമേ നമ്മൾ ലിമിറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മാക്സിമം സംഭരണമാണ് ഏകദേശം പ്രശ്നമായിട്ട് വരുന്നത്, മാർക്കറ്റിംഗ്. അതിൽ നമ്മൾ ഹോർട്ടികോർപ്പിനെ മാക്സിമം ഇടപെടുത്താറുണ്ട്. ഇപ്പോൾ ഈ ഓണക്കാലത്ത് നമ്മൾ മാക്സിമം അവരെ കൊണ്ട് എടുക്കാൻ പറ്റുന്നത് ഓണച്ചന്തയിലോട്ടൊക്കെ നമ്മൾ ഹോർട്ടികോർപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിലെ കർഷകരുടെ ഒരു കൂട്ടായ്മയായിട്ട് ചേനസമിതി രൂപീകരിച്ചിട്ടുണ്ട്. കാട്ടുമൃഗങ്ങളുടെ ശല്യം കർഷകർ അനുഭവിക്കുന്ന പ്രശ്നമാണ്. വിളവെടുക്കാനായാൽ സംഭരിക്കാൻ സംവിധാനമില്ലാത്തത് ചേന കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. ഇത് ഇടത്തട്ടുകാർ കർഷകരെ ചൂഷണം ചെയ്യുന്നതിന് ഇടയാക്കുന്നതായി കർഷകർ പറയുന്നു. ഇപ്പോൾ തന്നെ ഈ കാലവർഷം അധികം ഉണ്ടായാലും വെള്ളം മൂടും. ഒരു പ്രാവശ്യം വെള്ളം മൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ ചേന നന്നാവില്ല. അതിൻ്റെ തലക്കൊരു കേടും വരും, അടിയിൽ വെള്ളയും കുറയും. അപ്പോൾ അതാണ് വലിയ ശല്യം. പിന്നെ പന്നിശല്യം ഉണ്ടായിരുന്നിപ്പോൾ പഞ്ചായത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സോളാർ വേലി പല ഭാഗങ്ങളിലും കെട്ടുന്നുണ്ട്, മുഴുവനായിട്ടില്ല. ഇനി അത് പല സ്ഥലങ്ങളിലും ആവശ്യമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുണ്ടാവും. ഇതൊക്കെ തന്നെയാണ്. പിന്നെ കേടുണ്ടാവും. അതിനിപ്പോൾ ചുണ്ണാമ്പ് അതുപോലെയുള്ള ഇതുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പന്നിശല്യമാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തണം, ചെയ്യണം. ഇതിൻ്റെതാണ് ഇപ്പോൾ കൂട്ടായ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സീസൺ കാലത്തും കർഷകർക്ക് വിപണി വിലയുടെ പകുതി വില പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ ചേന കർഷക കൂട്ടായ്മയുടെ പ്രവർത്തനം ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ഇപ്പോൾ ഈ വർഷമാണ് നമ്മളിപ്പോൾ ഈ കർഷക കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ഇനി അതൊരു സൊസൈറ്റി പോലെ ആക്കിയിട്ട് ഈ സൊസൈറ്റിയിൽ കർഷകർ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അവിടുന്ന് കച്ചവടം പാർട്ടിക്കാർക്ക് ഈ സൊസൈറ്റിയിൽ നിന്ന് കൊടുക്കാനുള്ളൊരു ലെവൽ. ആലിപ്പറമ്പ് ചേന കർഷക സഹകരണ സംഘം എന്ന പേരിൽ സഹകരണ സൊസൈറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഗാന്ധി ജയന്തി ദിനത്തിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ ശുചിത്വ മഹാസഭ സംഘടിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വിളയൂരിലെ 150 വീട്ടുമുറ്റങ്ങളിൽ സഭകൾ ചേരുമെന്ന് പഞ്ചായത്ത് അധികൃതർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ നടത്തുന്ന മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് വിളയൂർ പഞ്ചായത്ത് വേറിട്ട പ്രവർത്തനവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും കുറയ്ക്കാനും വേണ്ടിയുള്ള ബൃഹത് ശ്രമമാണ് ആരോഗ്യ ശുചിത്വ മഹാസഭ കൊണ്ട് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ 2 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് 150 വീട്ടുമുറ്റങ്ങളിൽ സഭകൾ ചേരും. ആരോഗ്യം, ശുചിത്വം എന്നിവയാണ് യോഗത്തിലെ ആലോചനാ വിഷയങ്ങൾ. 5000 കുടുംബങ്ങൾ ഈ സഭയിൽ ഒരേ സമയം പങ്കാളികളാകുമെന്നും ഇവരിൽ ബോധവൽക്കരണം നൽകുന്നതിനായി 150 റിസോഴ്സ് പേഴ്സൺമാരെ പരിശീലനം കൊടുത്ത് തയ്യാറാക്കി കഴിഞ്ഞതായും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കാണ് വീട്ടുമുറ്റ യോഗത്തിന്റെ സംഘാടന ചുമതല. വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ കുറയ്ക്കാനും അതുപോലെ തന്നെ പൊതുജന ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ബൃഹത്തായൊരു പദ്ധതിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ എല്ലാ വീട്ടുമുറ്റത്തേക്കും, അതായത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ 160ഓളം മഹാസഭകൾ, ശുചിത്വ മഹാസഭകളാണ് നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് കുടുംബശ്രീ പ്രവർത്തകർ, നമ്മുടെ നാട്ടിലുള്ള എല്ലാ പൊതുജന ആരോഗ്യ സംരക്ഷിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ,
പിന്നെ വിദ്യാർത്ഥികൾ, ഇങ്ങനെ എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ഒക്ടോബർ 2-ന് 160 കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് ഈ ഒരു സംവിധാനം നടക്കുന്നത്. പദ്ധതിയുടെ തുടർച്ചയായി വിവിധ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നവംബർ 1-ന് 2ാം ഘട്ടം ആരംഭിക്കും. രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാവരെയും ഭാഗമാക്കിക്കൊണ്ടാണ് ആരോഗ്യ ശുചിത്വ മഹാസഭ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഇതൊരു ദിവസം, നാളെ ഒരു ദിവസം മാത്രം നിൽക്കുന്ന ഒരു പരിപാടിയല്ല. ഇത് നമ്മൾ ഒരു കുറേ കാലത്തേക്ക് ആളുകളിൽ മെച്ചപ്പെട്ട ആരോഗ്യശീലങ്ങൾ ഉണ്ടാക്കുകയും ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുകയും അതോടൊപ്പം വ്യക്തി ആരോഗ്യം മെച്ചപ്പെടുത്തുകയും സാമൂഹിക ആരോഗ്യം മെച്ചപ്പെടുത്തുക, ഇങ്ങനെ വലിയൊരു ലക്ഷ്യമാണ് നമ്മളിതിന് മുന്നിൽ കാഴ്ചവെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരിലേക്ക് ആരോഗ്യ പരിശോധന കൃത്യമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനല്ലേ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് അതിനെ ഒഴിവാക്കാൻ കഴിയില്ല, ക്യൂർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിയന്ത്രിക്കുന്നതുകൊണ്ട് എല്ലാവരിലും കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന ഉറപ്പുവരുത്തുക. അതുപോലെ എല്ലാവരിലും ആരോഗ്യ വിദ്യാഭ്യാസം, പല ആളുകൾക്കും അറിവുണ്ട്, അറിവില്ലാത്ത ആളുകളില്ല, പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം നൽകുക, അവർക്കൊരു ബോധം ഉണ്ടാക്കുക. കൃത്യമായ വ്യായാമം, കൃത്യമായ ചിട്ടകളിലൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി അതിൽ ആരോഗ്യപരമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം ഓരോ വീടുകളിലും വ്യക്തി ശുചിത്വത്തോടൊപ്പം തന്നെ സാമൂഹ്യ ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുക. അതിനുവേണ്ടി നിരവധി പദ്ധതികൾ, പ്രോജക്റ്റുകൾ പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, സെക്രട്ടറി AM നാരായണൻ, പ്രോജക്ട് കൺവീനർ PS പ്രേംചന്ദ്, ഗ്രാമപഞ്ചായത്ത് അംഗം T ഷാജി, ADS PK അമ്പിളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വീടില്ലാത്ത നിർധനരായ വിധവകൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുമായി ഒറ്റപ്പാലം ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം. മഹാത്മാ ഭവനം എന്ന പേരിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പ്രഖ്യാപനം ഗാന്ധി ജയന്തി ദിനത്തിൽ നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വന്തമായി 3 സെന്റ് മുതൽ 5 സെന്റ് വരെ സ്ഥലമുള്ള സ്വന്തമായി വീടുകളില്ലാത്ത നിർധനരായ വിധവകൾക്കാണ് ജീവിത സുരക്ഷയ്ക്കായി ഒറ്റപ്പാലം ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോമിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നത്. വിവിധ സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവരുടെ സഹായ സഹകരണത്തോടെ 650 സ്ക്വയർ ഫീറ്റിലാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. മഹാത്മാ ഭവനം എന്ന പേരിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പ്രഖ്യാപനം ഗാന്ധി ജയന്തി ദിനത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒറ്റപ്പാലം നഗരസഭ, വാണിയംകുളം, അനങ്ങനടി, അമ്പലപ്പാറ, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് പരിധികളിലെ ആളുകൾക്കാണ് ആദ്യ പരിഗണന. ആദ്യ വീടിന്റെ കുറ്റിയടിക്കൽ വാണിയംകുളം പഞ്ചായത്തിലെ ആറംകുളം 7ാം വാർഡിൽ അജബാമഠം പരിസര പ്രദേശത്ത് ചെമ്പുള്ളിപ്പറമ്പിൽ 5 സെന്റ് സ്ഥലത്ത് വെച്ചു നടക്കും. ഒക്ടോബർ 17-ന് രാവിലെ 10:30 നടക്കുന്ന കുറ്റിയടിക്കൽ ചടങ്ങ് ജനനന്മ രക്ഷാധികാരികളായ സുകുമാരി നരേന്ദ്രമേനോൻ, കവി അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, V ഹരിദാസ് കപൂർ എന്നിവരുടെ നേതൃത്വത്തിൽ നിർവഹിക്കുമെന്ന് ചെയർമാൻ ജാഫർ ജി പറഞ്ഞു. ധനരായ വിധവകളുടെ ജീവിത സുരക്ഷയ്ക്കായി ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഒക്ടോബർ 2-ന് ജനനന്മ ഒരുക്കുന്ന മഹാത്മാ ഭവനം പദ്ധതിക്ക് തുടക്കം കുറിക്കും. സ്വന്തമായി 3 മുതൽ 5 സെന്റ് വരെ സ്ഥലമുള്ളവർക്ക് 650 സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണിത്. വിവിധ സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവരുടെ സഹായ സഹകരണത്തോടെ ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ മഹാത്മാ ഭവനം എന്ന പേരിൽ വീടുകൾ നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിച്ച വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു. ആദ്യ പരിഗണന ഒറ്റപ്പാലം നഗരസഭ, വാണിയംകുളം, അനങ്ങനടി, അമ്പലപ്പാറ, ലക്കിടിപ്പേരൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ്. ആദ്യ വീടിൻ്റെ കുറ്റിയടിക്കൽ ചടങ്ങ് വാണിയംകുളം പഞ്ചായത്തിൽ ആറംകുളം 7ാം വാർഡിൽ അജബാമഠം പരിസര പ്രദേശത്ത് ചെമ്പുള്ളിപ്പറമ്പിൽ 5 സെന്റ് സ്ഥലത്ത് വെച്ച് 2024 ഒക്ടോബർ 17-ാം തീയതി തുലാം 1-ന് വ്യാഴാഴ്ച രാവിലെ 10:30 ജനനന്മ ചെയർമാൻ ജാഫർ ജിയുടെ അധ്യക്ഷതയിൽ ജനനന്മ രക്ഷാധികാരികളായ ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോൻ, കവി അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, V ഹരിദാസ് കപൂർ എന്നിവരുടെ നേതൃത്വത്തിൽ നിർവഹിക്കുന്നു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ പുന്നടിയിൽ രവികുമാർ, മഹാത്മാ ഭവനം സംഘാടക സമിതി കൺവീനർ PK ശശികുമാർ എന്നിവരും പങ്കെടുത്തു. ലോക വയോജന ദിനത്തിന്റെ ഭാഗമായി വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം സംഘടിപ്പിച്ചു. P മമ്മിക്കുട്ടി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ലോക വയോജന ദിനത്തിന്റെ ഭാഗമായാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം 2024 പരിപാടി സംഘടിപ്പിച്ചത്. പി മാമിക്കുട്ടി MLA ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ വയസ്സാവുന്നതോറും നമ്മൾ ഒറ്റപ്പെടില്ല, ഒറ്റപ്പെട്ട് പോകുന്നില്ല. നമുക്ക് സഹായിക്കാൻ ആളുണ്ട്, നമ്മുടെ കൂടെ ആളുണ്ട്. നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഓടിയെത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അനാഥത്വത്തിൽ നിന്നുള്ള ഒരു സുരക്ഷിതത്വം, സംരക്ഷണവും അത് മാനസികമായി വലിയ കരുത്തുണ്ടാക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതെ വന്നാൽ മാനസികമായ കരുത്ത് ചോർന്നു പോകും. അപ്പോഴാണ് പറഞ്ഞത് കുമാരൻ പറഞ്ഞ മാതിരി ടെൻഷനൊക്കെ വർദ്ധിക്കുക. അങ്ങനെ ടെൻഷനിലേക്ക് പോകാതിരിക്കാൻ ആവശ്യമായ ചുറ്റുപാട് സൃഷ്ടിക്കുക എന്നുള്ളതാണ് അയൽക്കൂട്ടങ്ങളുടെ പ്രവർത്തനം കൊണ്ട്, വാർഡ് സമിതികളുടെ പ്രവർത്തനം കൊണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് സമിതിയുടെ പ്രവർത്തനം കൊണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് സാധ്യമാകാൻ വേണ്ടി പോകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷനായി. വയോസേവന പുരസ്കാരം നേടിയിട്ടുള്ളതും പരിഗണന ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയും ചടങ്ങിൽ ആദരിച്ചു. അൽനല്ലൂർ ഉണ്ണികൃഷ്ണൻ പ്രഭാഷണം നടത്തി. KL രാമചന്ദ്രൻ, പഞ്ചായത്ത് തല വയോജന ക്ലബ്ബ് പ്രസിഡന്റ് O കുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ NP കോമളം, പഞ്ചായത്ത് സെക്രട്ടറി AK വിനോദ്, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ അംബിക, ICDS സൂപ്പർവൈസർ ബയാന തുടങ്ങിയവരും സംസാരിച്ചു. വൃദ്ധാശ്രമത്തിലെ അന്തേവാസികളുടെ മനസ്സിൽ സ്നേഹവും സന്തോഷവും പകർന്ന് ലോക ഹൃദയ ദിനാചരണം. പെരിന്തൽമണ്ണ BKCC ഹാർട്ട് ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ അങ്ങാടിപ്പുറം വൈലോങ്ങര സകേതം വൃദ്ധാശ്രമത്തിലാണ് ലോക ഹൃദയ ദിനാചരണ പരിപാടി നടന്നത്. മഞ്ഞളാംകുഴി അലി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെട്ടവർ അധിവസിക്കുന്ന അഭയകേന്ദ്രമാണ് അങ്ങാടിപ്പുറം വൈലോങ്ങരയിലെ സകേതം വൃദ്ധാശ്രമം. പ്രായമായ 25 പേർ കഴിയുന്നുണ്ടിവിടെ. പെരിന്തൽമണ്ണ BKCC ഹാർട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടറും സംഘവും എത്തി ഇവിടെ കഴിയുന്ന വയോധികർക്ക് സ്നേഹവും സന്തോഷവും പകർന്നു. BKCC ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ലോക ഹൃദയ ദിനാചരണ പരിപാടി മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രായമായ ആൾക്കാരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. അവരുടെ മുഖം കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സ് നിറയും. ഇവിടെ വന്ന് ഇരുന്ന് ഞങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങളെല്ലാ അമ്മമാരിലുണ്ട് ഉമ്മാരുടെ ഒരു മുഖം ഞാൻ കാണുക. അത് വെറുതെ പറയല്ല, സത്യത്തിൽ നിങ്ങളുടെ മുഖത്തുള്ള ഇതുണ്ടല്ലോ, ആലോചനകൾ വരുന്നു, നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു, തല തിരിയുന്നതൊക്കെ അതിലൊക്കെ എൻ്റെ ഉമ്മാന്റെ ഒരു അംശം ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾ കയറി വന്നപ്പോൾ എന്നെ വിളിച്ചു, പേര് വിളിച്ചിട്ട് അലി അല്ലിയെന്ന് ചോദിച്ചപ്പോൾ ഉള്ളൊരു സന്തോഷം എനിക്ക് എത്രമാത്രം ഉണ്ടായിരുന്നു. ആ ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വാസുമഹർഷി ഇതേപോലുള്ള ഒരു പദ്ധതിയൊക്കെ ആരംഭിച്ചുകൊണ്ട് നടത്തുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഡോക്ടർ ബാലകൃഷ്ണൻ ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇവിടെയുള്ള ഇൻമേറ്റ്സ് 18 അമ്മമാരുണ്ട്, 7 അച്ഛന്മാരുണ്ട്, അങ്ങനല്ലേ, 25 ആളുകൾ. ഇവരുടെ ഹൃദയത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം അത് മേൽനോട്ടം വഹിക്കും. അതിനുള്ള ചികിത്സ അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ തരും. അതൊരു വലിയ കാര്യമാണ്. BKCC ഹാർട്ട് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ഡോക്ടർ KP ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ അമൃത സന്തോഷ്, പബ്ലിക് റിലേഷൻഷിപ്പ് മാനേജർ മുഹീബുൽ ഹഗ്, സംഗീതം ചെയർമാൻ KP വാസു മാസ്റ്റർ, മാനേജർ K ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക ഹൃദയദിനത്തിൽ ഇവിടെ കൂടിയവർക്കായി കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. വൃദ്ധാശ്രമത്തിലെ 25 പേർക്കും റോസാപ്പൂ നൽകി സ്നേഹം പകർന്നു. ഇവർക്ക് പ്രത്യേകമായി സംഘടിപ്പിച്ച ഹൃദയരോഗ ചികിത്സാ നിർണയ ക്യാമ്പ് കരുതലിന്റെ കരങ്ങളായി. എല്ലാ അന്തേവാസികളെയും ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ KP ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു. ഇവരുടെ ഹൃദ്രോഗ ചികിത്സ ഹൃദയപൂർവ്വം BKCC ഹോസ്പിറ്റൽ ഏറ്റെടുക്കുമെന്ന് ഡോക്ടർ KP ബാലകൃഷ്ണൻ പറഞ്ഞു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് BKCC ഹാർട്ട് ഹോസ്പിറ്റൽ ഒരു പ്രത്യേക തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. എപ്പോഴും ഹൃദയരോഗങ്ങൾ കൂടുതൽ ബാധിക്കുന്നത് വൃദ്ധരെയായിരിക്കും. അവർക്ക് ചികിത്സ കിട്ടാൻ സാധ്യത കുറവുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് വൃദ്ധാശ്രമത്തിലെ അന്തേവാസികൾക്ക് ഒരു ക്യാമ്പ് എന്നുള്ളൊരു ഹൃദയ ചികിത്സയ്ക്ക് ആവശ്യമായുള്ള ഒരു ക്യാമ്പ്, നിർണയ ക്യാമ്പും ചികിത്സാ ക്യാമ്പും സംഘടിപ്പിക്കുക എന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ ഇന്ന് ക്യാമ്പ് നടക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA ശ്രീ മഞ്ഞളാംകുഴി അലിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് ഇവർക്ക് വേണ്ടി വരുന്ന
ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അങ്ങനെ ചികിത്സ ചെലവ് കൂടിയ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ടി വരികയാണെങ്കിൽ, മാത്രമല്ല എല്ലാ രീതിയിലുള്ള ചികിത്സകളും, ഹൃദ്രോഗ ചികിത്സകളും BKCC ഹാർട്ട് ഹോസ്പിറ്റൽ ഏറ്റെടുക്കുകയാണ്. ആ പ്രഖ്യാപനവും ഇന്നിവിടെ നടക്കുന്നു. വൃദ്ധരായിട്ടുള്ള രോഗികൾ, പ്രത്യേകിച്ച് അശരണായിട്ടുള്ള വൃദ്ധ രോഗികൾക്ക് ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതുപോലെ തന്നെ അവർക്ക് ചികിത്സ കിട്ടാനുള്ള സാധ്യതയും കുറയുന്നു എന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് നമ്മൾ ഈ രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അന്തേവാസികളുടെ ഹൃദയ സംബന്ധമായ പരിചരണവും ശുശ്രൂഷയും BKCC ഹോസ്പിറ്റൽ ഏറ്റെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സങ്കേതം ചെയർമാൻ KP വാസു മാസ്റ്റർ പറഞ്ഞു. പെരിന്തൽമണ്ണയിലെ BKCC ഹോസ്പിറ്റല് കാർഡിയാക് സേവന രംഗത്ത് പ്രശസ്തമായി പ്രവർത്തിക്കുന്നതാണ്. അവർ ഇവിടെ സാകേത വൃദ്ധാശ്രമത്തിൽ ഹൃദയപൂർവ്വം പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ വളരെ സന്തോഷകരമായ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. സാകേതം വൃദ്ധാശ്രമത്തിലെ വയോജനങ്ങൾക്ക് ഹൃദയാരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ, ഹൃദയ സംബന്ധമായ പരിചരണം, ശുശ്രൂഷ എന്നിവ നൽകാൻ തയ്യാറാണെന്നും ചികിത്സ ആ സ്ഥാപനം ഏറ്റെടുത്ത് നടത്താമെന്നും വാക്ക് തരികയുണ്ടായി. ബാലകൃഷ്ണൻ സാർ തന്നിട്ടുള്ള ആ ഒരു വാഗ്ദാനം വളരെ നന്ദിപൂർവ്വം ഈ സ്ഥാപനം സ്മരിക്കുന്നു. അന്തേവാസികൾക്കായി ഒരുക്കിയ കലാവിരുന്നിൽ ഗായകൻ ഗഫൂർ M. ഗയാം ഗാനങ്ങൾ ആലപിച്ചു. ഡോക്ടർ KP ബാലകൃഷ്ണൻ പാടിപ്പതിഞ്ഞ ഗാനങ്ങൾ പാടിയതും ഇവരെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. മനസ്സിനെ മധുമാലിനി പ്രണയിനെ മനസ്സിനെ മധുമാലിനി പ്രണയിനെ മരാളകാമിനി എവിടെ എന്റെ മരാളകാമിനി എവിടെ എന്റെ പ്രണയിനി മനസ്സിനെ മധുമാലിനി പ്രണയിനി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു. തിരുവാഴിയുടെ പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്കിലെ 10 യൂണിറ്റുകളിൽ നിന്നും ഓരോ മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. നമുക്ക് സർവീസ് പെൻഷൻകാരായതുകൊണ്ട് ഏറിയും കുറഞ്ഞു നിലവാരത്തിലുണ്ടാവും. ഏറിയും കുറഞ്ഞു നിശ്ചിതമായിട്ടുള്ളൊരു സംഗതി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കത് പലർക്കും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നല്ല പെൻഷനുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഈ പെൻഷൻ കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ്. നമ്മുടെ കാര്യത്തിന് എത്ര കഷ്ടമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ സാധാരണ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയൊക്കെ കാര്യം നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ്. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് E. സൂര്യനാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CN. നാരായണഗുപ്തൻ, ജില്ലാ കമ്മിറ്റി അംഗം P. വിജയകൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MM. സാവിത്രി, K. രാജഗോപാലൻ, ബ്ലോക്ക് സെക്രട്ടറി കുഞ്ചുണ്ണി എന്നിവർ സംസാരിച്ചു.
ലോക വയോജന ദിനത്തിൽ KSSPA ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങളെ ആദരിച്ചു. പാറമേൽ അയ്യപ്പൻ, പാറമേൽ ജാനകി, കാമാക്ഷി, കുഞ്ഞുമാളു ആർ ഗുപ്ത, സേതുമാധവൻ എന്നിവരെയാണ് അവരുടെ വീടുകളിൽ ചെന്ന് ആദരിച്ചത്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, VK വാസുദേവൻ, N നാരായണൻകുട്ടി, V ഉണ്ണികൃഷ്ണൻ, PV ശശിധരൻ, M ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഈ ശ്രീകൃഷ്ണപുരത്ത് ഈ പ്രദേശത്ത് ഈ കുടുംബം ഇവരുടെ മണിയേട്ടനെയും ജാനകി ചേച്ചിയെയും ഈ കുടുംബം വളരെ നന്നായി സംരക്ഷിച്ച് പോരുന്നത് കാണുന്നത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഈ വയോജന ദിനത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ്റെ ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഞങ്ങളെല്ലാം വന്ന് ഇവരെ പ്രത്യേകമായി ആദരിക്കണമെന്ന് കണക്കാക്കിയത്. ഇതിന് തയ്യാറായി ഇവിടെ രാവിലെ തന്നെ ഇത്രയും നേരത്തെ കാര്യങ്ങളൊക്കെ ശരിയായി വന്ന് ഇരുന്നതിലും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കുടുംബം ശരിയാക്കിയതിലും KSSPA ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിക്കുള്ള എല്ലാ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് മുന്നൂർക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമന്വയം 2024 VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം സ്കൂളിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കാൻ അടിസ്ഥാനപരമായി വേണ്ടത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസ പുരോഗതി നേടിയാൽ സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുമെന്ന് ഒരുപാട് വിദ്യാഭ്യാസ വിദഗ്ധന്മാർ നമ്മളെ പഠിപ്പിച്ച വഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് വിദ്യാഭ്യാസത്തിന്. അതേത് സർക്കാരെന്നൊന്നുമില്ല, മാറി മാറി വരുന്ന സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ഏറ്റവും ആദ്യം വളരെ മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു ചരിത്രമാണ് കേരളത്തിലുള്ളത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും സ്കൂളിന്റെ തനത് വിദ്യാഭ്യാസ പദ്ധതിയായ ജ്വാലയുടെയും നേതൃത്വത്തിലുള്ള സംഗമമാണ് സമന്വയം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചത്. ഇൻക്ലൂസീവ് സ്കൂളിന്റെയും SSK വികസന പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം K പ്രേംകുമാർ MLAയും ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ ചുറ്റുമതിലിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ മാസ്റ്ററും ചടങ്ങിൽ നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി. നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ജയശ്രീ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VT ജയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K അജിത് കുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമണിക്കുട്ടി, പാലക്കാട് DPC ജയപ്രകാശ്, ചെർപ്പശ്ശേരി VPC NP പ്രിയേഷ്, പ്രിൻസിപ്പൽ ലതിക കുമാരി, ഹെഡ് മിസ്ട്രസ് വിജയ V, PTA പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ PP, MPTA പ്രസിഡന്റ് സൗമ്യ മോഹൻ, PTA വൈസ് പ്രസിഡന്റ് സാജിദ, റാണി പാർവതി, അധ്യാപകരായ VT ജയരാജൻ, സംജി സാമുവൽ, പ്രകാശ് K, മഞ്ജുഷ KM എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, പൂർവ്വ അധ്യാപകർ എന്നിവരുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹസദ്യയും ഒരുക്കിയിരുന്നു. പുരുഷാന്തരങ്ങളെ കോൾമയിർ കൊള്ളിക്കും പീയൂഷവാഹിനിയായി എന്നെ എനിക്കോ തിരിച്ചു കിട്ടാതെ ഞാനേതോ ദിവാസ്വസ്നമായി കൊപ്പം കരിങ്ങനാട് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറവും കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ഗാന്ധി ജയന്തി ദിനത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ദന്തപരിശോധനയും ഗാന്ധി അനുസ്മരണവും നടത്തും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കരിങ്ങനാട് ചന്തപ്പടി KM ALP സ്കൂളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്യാമ്പ് KPCC അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്യുമെന്നും മുൻ MLA CP മുഹമ്മദ് ഗാന്ധി അനുസ്മരണം നടത്തുമെന്നും കൾച്ചറൽ ഫോറം ചെയർമാൻ നീലടി സുധാകരൻ, കാരുണ്യ സെക്രട്ടറി KK ഹംസ, KP അബ്ദുറഹ്മാൻ, KT സേറൂഫ്, MC മജീദ് എന്നിവർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും മാലാവറമ്പ് പെരിന്തൽമണ്ണ MES ഡെന്റൽ കോളേജിൻ്റെയും സഹകരണത്തോടുകൂടി ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ്
നാളെ രാവിലെ 9 മണിക്ക് കരിങ്ങനാട് ചന്തപ്പടി LP സ്കൂളിൽ വെച്ച് നടത്തുകയാണ്. വർഷങ്ങളായി കരിങ്ങാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളാണ് കരിങ്ങാട് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റും വിളയൂരിലെ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറവും. ഒട്ടനവധി ആളുകൾക്ക് മാസം തോറും ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു. ആശ്രയം എന്നുള്ളൊരു പദ്ധതി വെച്ചുകൊണ്ട് 100-ലധികം കുടുംബങ്ങൾക്ക് അവരുടെ ദൈനംദിന ചെലവുകൾക്ക് എന്ന രീതിയിൽ ആടുകളെ വിതരണം ചെയ്തുകൊണ്ടും മറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തി വർഷങ്ങളായിട്ട് സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം വഹിക്കുന്ന സംഘടനയാണ് കരിങ്ങാട് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതുപോലെ തന്നെയാണ് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറവും ആരംഭകാലം മുതൽ സാമൂഹ്യ സേവന രംഗത്ത് ഒട്ടേറെ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുന്ന ഒരു ടീം ഉണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ഉപകരണങ്ങൾ, വയോജനങ്ങൾക്കുള്ള സൗകര്യപ്രദമായ മെഡിക്കൽ ഉപകരണങ്ങൾ ഒക്കെ ഒട്ടനവധി സൗകര്യങ്ങൾ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം നമ്മുടെ കരിങ്ങാട് വിളയൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾക്ക് നൽകി വരുന്നുണ്ട്. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകളിലേക്ക്. CPM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V. ശശികുമാർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. C. ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. E. രാജേഷ്, V. രമേശൻ, K. ശ്യാംപ്രസാദ്, KP രമണൻ, P. ഷാജി, അഫ്സ മുഹമ്മദ്, A. നസീറ തുടങ്ങിയവർ സംസാരിച്ചു. കാരാകുർശി വലിയട്ട ക്രസന്റ് അഗതി സംരക്ഷണാലയത്തിന്റെ പുതിയ ലോഗോ പ്രകാശനം നടന്നു. VK ശ്രീകണ്ഠൻ MP ലോഗോ പ്രകാശനം നിർവഹിച്ചു. 20 വർഷമായി കാരാകുർശി വലിയട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് ക്രസന്റ് അഗതി സംരക്ഷണാലയം. അബ്ദുൽ സമദ് സാദി, നീ അമത്തുള്ള അസനി, മുജീബ് അസഹരി, ഹംസത്ത് അലി സാദി, ഷെഫീഖ് അലി റഹ്മാനി, സക്കരിയ വലിയട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ചെർപ്പളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എൻകോമിയ 0.6 എന്ന പേരിൽ PG 2ാം വർഷ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതിരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ MCom, MSW, MA ഇംഗ്ലീഷ് 2022-24 ബാച്ച് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങാണ് എൻകോമിയ 0.6 എന്ന പേരിൽ സംഘടിപ്പിച്ചത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതിരാജ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സജഷൻസ് ആണെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിൽ ഒന്നിക്കൂടുതൽ സജഷൻസ് കൊടുക്കാൻ പറ്റാണ്. സ്റ്റുഡൻസിനോട് പറയാം, യു ഡിസൈഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ഇൻട്രസ്റ്റ് ഓർ മോട്ടിവേഷൻ ഓർ. അപ്പോൾ എനിക്ക് ടീച്ചേഴ്സിനോട് പറയാനുള്ള നമ്മുടെ സ്റ്റുഡൻസിന് അഡ്വൈസ് ആകാൻ പോലെ സജഷൻസ് പറഞ്ഞു കൊടുക്കുന്നതിന് എന്തുകൊണ്ടെന്ന് കൺട്രോൾ വേണം. പക്ഷേ സജഷൻസ് കൊടുക്കണമെങ്കിൽ പേരൻസിനോടുള്ള റിക്വസ്റ്റ് എനിക്കതാണ്. പക്ഷേ സജഷൻസ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, പേരൻസ് അപ്ഡേറ്റ് ചെയ്യണം, ടീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം. അത് പലരെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഏറ്റവും എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ അഡ്വൈസ് കൊടുക്കുക. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കാദമി കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് P അധ്യക്ഷത വഹിച്ചു. ഐഡിയൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ, ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജർ അബ്ദുൾ മജീദ് മനുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ശേഷം ചടങ്ങിലെ വിശിഷ്ട വ്യക്തികൾ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. MCom ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ബിജി മാത്യു, IQAC കോർഡിനേറ്റർ സ്നേഹ S, MSW ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മുഹമ്മദ് സലാഹ്, MA ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സവിത എന്നിവർ സംസാരിച്ചു. വാണിജ്യ വാർത്തകൾ. കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ അലനല്ലൂർ ശാഖ ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു. ചന്തപ്പടിയിലെ SKR ബിൽഡിംഗിലേക്ക് മാറിയ സ്ഥാപനം കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു. രണ്ടു പതിറ്റാണ്ടായി അലനല്ലൂരിൽ പ്രവർത്തിച്ചിരുന്ന കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ശാഖ നിലവിലുള്ള കെട്ടിടത്തിൽ നിന്നും മാറി ആധുനിക സൗകര്യങ്ങളോടെയാണ് ചന്തപ്പടിയിലെ SKR ബിൽഡിംഗിലേക്ക് പ്രവർത്തനം ആരംഭിച്ചത്. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു.
എൻ ഷംസുദ്ദീൻ MLA സേഫ് റൂം ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗം PA ഉമ്മർ കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ P ഉദയൻ വായ്പാ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ CASA നിക്ഷേപവും അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ നിക്ഷേപവും സ്വീകരിച്ചു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ കേരളത്തിലെ ആകെ സഹകരണ മേഖലയ്ക്ക് പരിക്കേൽപ്പിക്കാവുന്ന രീതിയിൽ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു. കേരളത്തിലെ ഓരോ പ്രൈമറി ബാങ്ക് അർബൻ ബാങ്ക് ഓർഡർ ഓഫ് ദ കേരള ബാങ്ക് തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു മൊമെന്റോ എല്ലാ സ്ഥാപനങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ ഉടമയാണ്. പ്രൈമറി ബാങ്ക് അർബൻ ബാങ്കുകളെ എല്ലാത്തിൻ്റെ ഉടമസ്ഥരാണ്. ആ നിലയ്ക്ക് ഒരു ചിന്തയോട് കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ കരുവന്നൂര് അതുപോലെ പുൽപ്പള്ളി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒറ്റപ്പെട്ടു എന്ന് ഞാൻ പറയുമ്പോൾ അപ്രധാനമായ കാര്യമായിട്ട് നമ്മൾ കാണുന്നത് കേരളത്തിലെ ആദ്യമുള്ള സഹകരണ മേഖലയ്ക്ക് വലിയ തോതിൽ പരിക്കേൽപ്പിക്കാവുന്ന ഒരു ഉപകരണമായി ഇത്തരം ചില കാര്യങ്ങളെ കേരളത്തിലെ മാധ്യമങ്ങൾ നല്ലപോലെ ഉപയോഗപ്പെടുത്തുന്നു. അതിൽ നമുക്ക് നിശ്ചയം സ്വന്തം സാമ്പത്തിക ശേഷി വളർത്തിയെടുക്കുന്നതോടൊപ്പം പ്രദേശത്തിന്റെ പുരോഗതി കൂടി ബാങ്ക് ലക്ഷ്യമാക്കുന്നുണ്ടെന്നും A പ്രഭാകരൻ MLA പറഞ്ഞു. സ്വന്തം സാമ്പത്തിക ശേഷി വളർത്തിയെടുക്കുന്നതോടൊപ്പം ആ പ്രദേശത്തിന്റെയും ജീവിതത്തിൽ കേരള ബാങ്കിന് ഒരു പങ്കുവഹിക്കാൻ കഴിയും. ഈ പ്രദേശത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് കേരള ബാങ്കിനുള്ളത്. തീർച്ചയായും സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടെത്തി അലനല്ലൂരിൽ ഒരു ശാഖ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലേക്കും സഹകരണ മേഖല കടന്നു വന്നിട്ടുണ്ടെന്ന് N ഷംസുദ്ദീൻ MLA പറഞ്ഞു. സമൂഹ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും സഹകരണ ജനാധിപത്യം കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ തൊട്ട് ഇപ്പോൾ ഇവിടെ സഹകരണ രംഗത്തുണ്ടാക്കിയ പുതിയ മാറ്റത്തിന്റെ ഭാഗമായി 2 ടയർ സഹകരണ സംവിധാനത്തിലുള്ള കേരള ബാങ്ക്, അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലേക്കും കാർഷിക രംഗത്ത്, വ്യവസായ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ സഹകരണ കോളേജുകൾ, സഹകരണ ആശുപത്രികൾ, ആരോഗ്യരംഗത്ത് എല്ലാം ഇന്ന് വളരെ വലിയ രൂപത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരവസരം. റീജിയണൽ ജനറൽ മാനേജർ P ബാലഗോപാലൻ, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം K ഹംസ, അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ, അലനല്ലൂർ അർബൻ സൊസൈറ്റി പ്രസിഡന്റ് റംഷിക് മാമ്പറ്റ, അലനല്ലൂർ കോപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക്, PR ചന്ദ്രമോഹനൻ, R രാധാകൃഷ്ണൻ, NV ശോഭന തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായി. നിലവിലുള്ളതോ പുതുതായി ആരംഭിക്കുന്നതോ ആയ സംരംഭങ്ങൾക്ക് കേരള ബാങ്ക് വായ്പാർ മിത്ര പ്ലസ് എന്നീ പദ്ധതിയിലൂടെ 5 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നു. ഏറ്റവും ഉയർന്ന പലിശയിലാണ് ഇപ്പോൾ സ്ഥിര നിക്ഷേപം കേരള ബാങ്ക് സ്വീകരിക്കുന്നത്. കൂടാതെ 3 മിനിറ്റിനുള്ളിൽ സ്വർണ്ണപ്പണയ സൗകര്യവും ബാങ്കിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PV അൻവറിനെ പിന്തുണച്ച് N ഷംസുദ്ദീൻ MLA. അൻവർ പറഞ്ഞ ചില കാര്യങ്ങൾ നാടിനെ ബാധിക്കുന്നതാ. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടണമെന്നും N ഷംസുദ്ദീൻ. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സെലക്ഷൻ കമ്മിറ്റിയിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായെന്നാരോപിച്ച് UDF അംഗമുൾപ്പെടെ നൽകിയ പരാതിയിലാണ് ഉത്തരവ്. നേരത്തെ പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ മാറ്റിവെച്ചിരുന്നു.
കുലുക്കല്ലൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയതിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് ജനങ്ങളുമായി എത്തി പ്രസിഡന്റ്. കുടിവെള്ള വിതരണത്തിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും വലിയ അനാസ്ഥ ഉണ്ടാകുന്നതായും പ്രസിഡന്റ്. ചേനക്കൃഷിയിൽ വിജയം കൊയ്ത് ആലിപ്പറമ്പിലെ കർഷകർ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചേന ഉൽപ്പാദിപ്പിക്കുന്നത് ആലിപ്പറമ്പിൽ. ഈ വർഷം ചേനക്കൃഷി ചെയ്തത് 250 ഹെക്ടറിലധികം സ്ഥലത്ത്. ചേന കർഷക കൂട്ടായ്മയിൽ സഹകരണ സംഘം രൂപീകരിക്കാനും ശ്രമം. മണ്ണാർക്കാട്, കരിമ്പ, കല്ലടിക്കോട് പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും മഴയും. കരിമ്പയിൽ ദേശീയപാതയിൽ മരം കടപുഴകി വീണ് ഗതാഗതം മുടങ്ങി. വൈദ്യുതി പോസ്റ്റും തകർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.